അന്നും സാധാരണ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇന്നത്തെ ബ്ലോഗെന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അവൻ ഒരു പ്രേത ബ്ലോഗ് ചെയ്യാനാണ് ഇറങ്ങിയത്. ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കെ അവന്റെ ബൈക്ക് പഞ്ചറായി. അവൻ ഒന്മ നോക്കിയില്ല, ബൈക്കും ഉന്തിക്കൊണ്ട് പ്രേതകാട്ടിലേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ അവൻ ആവേശത്തിൽ പ്രേത വീട്ടിലേക്കും കയറി. വീട്ടിലേക്ക് കയറിയ അവൻ ഒരു ശബ്ദം കേട്ട് ഡോർ തുറന്ന് റൂമിലേക്ക് കയറി. അകത്തോ ഒരു പ്രേതം ക്യാൻഡിലും പിടിച്ചിരിക്കുന്നു. ഈ കാട് പിടിച്ച വീട്ടിൽ ആരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? മെല്ലെ അവനിലേക്ക് ഭയം വന്നു തുടങ്ങി. കാൻഡിൽ മെല്ലെ തൊട്ടതും അവിടെ നീല നിറമായി മാറി. പിന്നീട് ആ പ്രേതത്തിന് ഒരു സ്ത്രീയുടെ നിഴലും. അതോടെ ഒന്നും നോക്കാതെ എലി ഓടാൻ തുടങ്ങി. പുറത്തു എത്തിയ എലി അതേ പ്രേതത്തെ പൂർണ്ണ രൂപത്തോടെ അവിടെയും കണ്ടു. പേടിച്ചു പോയ അവൻ റോഡിൽ വന്ന ആദ്യ വാഹനത്തിൽ കയറി. അറിയാതെ ഉറങ്ങിയ അവൻ ഒരു ദുസ്വപ്നവും കണ്ടു. കാർ വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ട അവൻ വേഗം പുറത്തേക്ക് നോക്കി. അത് ഒരു സ്വപ്നമാണെന്ന് ഉറപ്പുവരുത്തി. വെള്ളം കുടിച്ചു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നന്ദി പറയാൻ കാറിലേക്ക് നോക്കിയ അവൻ ഞെട്ടിപ്പോയി. അതിൽ ഡ്രൈവർ ഇല്ലായിരുന്നു. ഓടി തളർന്ന അവൻ തളർന്ന് റോഡിൽ തന്നെ വീണു. ആംബുലൻസും പോലീസുകാരും വന്ന് അവനെ ഹോസ്പിറ്റൽ എത്തിച്ചു. പാവം പേടിച്ചു പോയ എലി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പോലും റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല. ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുമ്പോൾ അടുത്ത പ്രേതം ഉള്ളതായി അവനിക്ക് തോന്നി. നഴ്സിന് പ്രേതത്തെ കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനിക്ക് അതിന് കായുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അവനിക്ക് സ്വന്തം വീട് പോലും പ്രേത വീടായാണ് തോന്നുന്നത്. വീടിന്റെ അകത്തേക്ക് കയറിയ അവൻ ഞെട്ടിപ്പോയി. വീട് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നു. അവൻ കരയാൻ തുടങ്ങി. സഹായത്തിനായി അവൻ പലരെയും വിളിച്ചു നോക്കി. ആരും അവനെ കേട്ടില്ല. എല്ലാരും അവരെ മണ്ടന്മാരാക്കാൻ പറയുന്നതാണെന്ന് പറഞ്ഞ് അവനെ അവഗണിച്ചു. അവൻ വീണ്ടും കരയാൻ തുടങ്ങി. പുറത്തു ബെൽ ശബ്ദം കേട്ട് ഡോർ തുറന്ന എലി അവിടെ അവന്റെ മുത്തശ്ശിയാണ് കണ്ടത്. മുത്തശ്ശിയെ കണ്ടതും അവൻ കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. മുത്തശ്ശി പറയുകയുണ്ടായി, അവിടെ പോയത് തന്നെ തെറ്റ്. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എന്തോ നീ എടുത്തിട്ടുണ്ട്. അത് മുത്തശ്ശിക്ക് കൊടുക്കാൻ മുത്തശ്ശി ആവശ്യപ്പെട്ടു. അത് പ്രകാരം മുത്തശ്ശിക്ക് അവൻ എടുത്ത കാൻഡിലെ തിരിച്ചു നൽകി എന്നും അണയാതെ നിൽക്കുന്ന കാൻഡിൽ അവനിൽ ഒരു അത്ഭുതമായി തോന്നി. അതുകൊണ്ടാണ് താൻ അത് എടുത്തത് എന്ന് അവൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ മുത്തശ്ശി അപ്രത്യക്ഷമായി.